വിഷ്ണു, ഇപ്പോൾ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു മീഡിയ മാനേജ്മെന്റ് ആണ്. ഇത് ഒരു ദൃശ്യവിരുന്നൊരുക്കുകയാണ്. പരസ്യപ്രചരണം കഴിഞ്ഞു. ഇനി ഒരു നേതാവിനും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടഭ്യർത്ഥിക്കാനോ സമാനമായ രീതിയിലുള്ള ഒരു ദൃശ്യപരതയുള്ള ഒരു പ്രവൃത്തി നടത്താനോ കഴിയില്ല. അപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ 10 വോട്ട് കിട്ടുന്നെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ കാഴ്ചയിലൂടെ കിട്ടട്ടെ എന്ന് കരുതിയുള്ള പരസ്യപ്രചരണമാണോ? അത് പരോക്ഷ പരസ്യപ്രചരണം എന്നാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. താങ്കൾക്കതൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണത് മീഡിയ മാനേജ്മെൻറ്റ് അല്ലാതായി തീരുന്നത്? ദൂരദർശനിലടക്കം പ്രസാർ ഭാരതിയിലടക്കം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങളായി അതിൻ്റെ തത്സമയ സംപ്രേഷണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി ജി വിഷ്ണു, അല്ലെ, ഈ അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാരൊക്കെ കാണുന്നത് അസൂയയോടെയാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദിയുടെ 1% പോലും എത്താൻ ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധിക്കോ CPM-ൻ്റെ നേതാവ് സീതാറാം യെച്ചൂരിക്കോ കഴിഞ്ഞിട്ടില്ല. എന്തിന് CPM-ൻ്റെ നേതാവിന് സീതാറാം യെച്ചൂരിക്ക് തങ്ങൾ വളരെ കുറച്ച് ഒരു 100-ൽ താഴെ മാത്രം മത്സരിക്കുന്ന സീറ്റുകളുള്ള CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സമയമുണ്ടായിട്ടും കഴിയുന്നില്ല എന്നതല്ല, CPM-ന് പോലും അവരുടെ ദേശീയ നേതാക്കന്മാരെന്ന് പറയുന്നവരെ ആവശ്യമില്ല. ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കന്യാകുമാരിയിലേക്കും AKG സെൻറ്ററിലേക്കൊന്നും പോയില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സുഖവാസത്തിനാണ് പോയത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിണറായി വിജയൻ ബംഗാളിൽ പ്രചരണത്തിന് പോകാത്തത്, അതുപോലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി നടത്താൻ കഴിയാത്ത പിണറായി വിജയനെ പോലുള്ളവരെ ഈ CPM-ന് പോലും ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്നാണ് അവരുടെ തന്നെ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 10-60 ദിവസമായല്ല, കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന നേതാവാണ്. അദ്ദേഹം യാത്ര ചെയ്തതുപോലെ ഈ രാജ്യത്തെ ആരും യാത്ര ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ പ്രധാനമന്ത്രി എന്ന നിലയിലും BJP-യുടെ നേതാവ് എന്ന നിലയിലും യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ തന്നെ, ലോകത്തിലെ തന്നെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായൊക്കെ കുറച്ച് ക്ഷീണമുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സദ്വശിതമായ രീതിയിൽ അദ്ദേഹം ഒരു ധ്യാനത്തിലിരിക്കുന്നു. അതിലെന്താണ് പ്രശ്നമുള്ളത്? പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ, ഞാൻ സ്വകാര്യമായൊരു സന്ദർശനത്തിലാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. ശരി, കന്യാകുമാരി വരെ പ്രധാനമന്ത്രി വരുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തോളൂ, അതിനുശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളൊന്നും സംപ്രേഷണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വകാര്യ സന്ദർശനത്തിനൊരു അർത്ഥമുണ്ടാകുമായിരുന്നു. ഇതവിടെ ധ്യാനിക്കാൻ പോകുന്ന നിമിഷം മുതൽ ഈ സ്റ്റെപ്പുകൾ ഒഴിച്ചിട്ട് ക്യാമറ ആംഗിളുകൾ ഫിക്സ് ചെയ്ത് നേരത്തെ സജ്ജീകരിച്ചിരിക്കുന്ന തത്സമയ സംവിധാനങ്ങളിലൂടെ ഇത് വോട്ടർമാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ, ഒരു ഹിന്ദു സന്നിധാനത്തിൽ പോയി ധ്യാനമിരിക്കുന്നു എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, കന്യാകുമാരിയെ സംബന്ധിച്ചോളം ഈ രാജ്യത്തിൻ്റെ ഹൃദയമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറ പണിയുമ്പോൾ, വിവേകാനന്ദ പ്രതിമ പണിയുമ്പോൾ അവിടെ ഒരു തരത്തിൽ പോലും സഹായിക്കാതെയും നിരാകരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണ് ഈ രാജ്യത്ത് അതിനെതിരായി പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ. അതെന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നില്ല? പകരം ക്യാമറ സെറ്റ് ചെയ്യുന്ന ആംഗിളുകളിലൂടെ നരേന്ദ്രമോദി ഒരിടത്ത് ഒളിച്ചു പോയിട്ടില്ല. അദ്ദേഹത്തിന് രഹസ്യ സന്ദർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാധ്യമങ്ങൾ പകർത്തുന്നതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം ഒരിക്കലും പിണറായി വിജയനെ പോലെ ഒളിച്ചോടിയതല്ല. അദ്ദേഹം പോകുന്നിടത്തേക്ക് മാധ്യമങ്ങൾ വരുന്നതിന് അദ്ദേഹത്തിന് തെല്ലും ഭയമോ സങ്കോചമോ അദ്ദേഹത്തിനോ ഭാരതീയ ജനതാ പാർട്ടിക്കുമില്ല. മാധ്യമങ്ങൾ പകർത്തിക്കോട്ടെ, ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ കൂടി സന്ദർശനത്തോടുകൂടി ലക്ഷദ്വീപിനെ അന്തർദേശീയ തലങ്ങളിലേക്ക് ഉയർത്തി അതേ മാനത്തോടെ വിവേകാനന്ദ പ്രതിമയും ആ ആത്മീയതയും ലോകത്തിലേക്ക് ഒന്നുകൂടി പകർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ മാറ്റം വരട്ടെ.